നമസ്കാരം. ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സംഭവമാണ് ഒരുപാട് ആൺകുട്ടികൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്നു എന്നുള്ളത്. ഇവിടെ വരുന്ന ക്ലയന്റ് തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനെയായി ഇങ്ങനെയായി അങ്ങനെയായി എന്ന് പറഞ്ഞ് പേരൻസും വരുന്നുണ്ട്, കുട്ടികളും വരുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കല്യാണം നടന്നിട്ടുണ്ടാവുക ആരോ ഒരാൾ മുൻകൈ എടുത്തിട്ടുണ്ടാവില്ലേ? ചിലപ്പോൾ കുറേ പേര് മുൻകൈ എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ കല്യാണം നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഓരോ വ്യക്തികളും അവനവന്റെ നൈബറോ ഫ്രണ്ടോ സുഹൃത്തോ ആയിട്ട് ആരെങ്കിലും കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുൻകൈ എടുത്ത് അവരുടെ കല്യാണം നടത്തി കൊടുക്കണം. ഇത് എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിക്കാത്തതോടു കൂടി അവരുടെ ജീവിതം തീരുകയായത്. മാത്രമല്ല അവരോട് കൂടി അവരുടെ സമൂഹം നിങ്ങൾക്ക് അറിയാതെ തീരുകയാണ്. അവർ ഒരാൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് കല്യാണം കഴിക്കണം, എനിക്കൊരു പെണ്ണെ തരാവോ, അല്ലെ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്? ഒരു 20-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രേമിക്കാനൊന്നും പറ്റിയല്ല, പിന്നെ അറേഞ്ച് മാരേജ് നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരാൾ മുൻകൈ എടുത്തിട്ട് ഒരാൾക്കെങ്കിലും മുൻകൈ എടുത്തിട്ട് ഒരു കല്യാണം നടത്തി കൊടുക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ്. അങ്ങനെ കല്യാണം നടത്തി കഴിഞ്ഞാൽ അതിൽ കൂടി ഒരു നല്ല പ്രവൃത്തി നിങ്ങൾ ചെയ്യാനേ ഇല്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ സമൂഹത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് 40, 45, 50 വയസ്സാണെങ്കിൽ പോലും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അത് നടത്തി കൊടുക്കുന്ന സംവിധാനം ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.